ഹായ് ഗൈസ്, ഞാനിവിടെ വന്നിരിക്കുന്നത് ഏത് പൂക്കാത്ത ചെടിയും പൂക്കാവുന്ന ഒരു കിടിലൻ ഓർഗാനിക് വളം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. എന്നാൽ നേരെ ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇതേ ഇപ്പോൾ തന്നെ കാണാവുന്നതാണ്. ഇതിൽ ഇട്ടിരിക്കുന്നത് തേയിലച്ചണ്ടിയാണ്. ഏകദേശം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തേയിലച്ചണ്ടികളൊക്കെ മാറ്റി വെച്ച് അത് ഉണക്കി അതിൻ്റെ അകത്ത് ആദ്യം കഴുകുകയാണ്. ഇത് കഴുകി അതിൻ്റെ അകത്തെ മധുരരസം, അതായത് നമ്മൾ ചായ കുടിക്കുന്നതിൻ്റെ മധുരരസം മാറ്റി അത് കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഈ ഉണക്കി വെച്ചിരിക്കുന്ന ഈ തേയിലച്ചണ്ടിയിലേക്ക് നമ്മൾ മുട്ടത്തോട് ആഡ് ചെയ്യും. മുട്ടത്തോടൊക്കെ നല്ല പപ്പടം പൊടിയെന്ന പോലെ പൊടിയട്ടെ. തേയിലച്ചണ്ടിയും മുട്ടത്തോടും ഫുഡ് വേസ്റ്റായിട്ട് പരിഗണിക്കുന്ന സാധനമാണ്. പലരും ഇത് പറമ്പിൽ എവിടെയെങ്കിലുമൊക്കെ ഇടുകയോ അല്ലെങ്കിൽ വലിച്ചെറിയുകയോ ചെയ്യും. മുട്ടത്തോടൊക്കെ വലിച്ചെറിയുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതിന് പകരം ഇതൊക്കെ നല്ല രീതിയിൽ ഓർഗാനിക് വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഏകദേശം 2 ആഴ്ചയോളം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ മുട്ടത്തോടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. മുട്ടത്തോടൊക്കെ പറമ്പിൽ വലിച്ചെറിയുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ മുട്ടത്തോട് വലിച്ചെറിയുന്നത് വഴി അതിൻ്റെ അകത്ത് വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് പെരുകാനുള്ള സാധ്യതയുണ്ട്. മുട്ടത്തോടൊക്കെ നല്ല രീതിയിൽ തന്നെ പൊടിച്ചിടാൻ ശ്രമിക്കുക, കാരണം അത് പെട്ടെന്ന് മണ്ണിൽ അലിയാൻ അത് സഹായിക്കും. ഇതിലേക്ക് ചാരം ആഡ് ചെയ്യാം. ചാരമില്ലെങ്കിലും കുഴപ്പമില്ല, ചാരം ഉണ്ടെങ്കിൽ നല്ലത് എന്നുള്ളേ ഉള്ളൂ. കാരണം പലരുടെ വീട്ടിലും ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് അടുപ്പുകളാണ്, അപ്പോൾ ചാരമൊക്കെ കിട്ടാൻ പാടാണ്. ചാരമില്ലെങ്കിലും കുഴപ്പമില്ല, ചാരം ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് അധികം അളവിൽ വേണ്ട, ഏകദേശം കുറച്ച് മതി. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കാം. നല്ല രീതിയിൽ മിക്സാക്കാൻ ശ്രമിക്കണം, കാരണം മുട്ടത്തോടൊക്കെ നല്ല രീതിയിൽ പൊടിഞ്ഞില്ലെങ്കിൽ കാക്ക വന്ന് കൊത്തിപ്പെറുക്കിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചങ്ങാതി വരെ, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം മുകളിലെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. ഈ ചാനലിലിടുന്ന ഓരോ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് പെട്ടെന്നെത്താൻ അത് സഹായിക്കും. ഈ വളം ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പൂവിടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇത് പരീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും പൂക്കാലമായിരിക്കും. നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അത് വേറെ തന്നെയാണ്. ഇതിനുവേണ്ടി പ്രത്യേകിച്ച് വളങ്ങളൊന്നും പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കിച്ചണിൽ വേസ്റ്റ് ആവുന്ന ഫുഡ് വേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വളങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ ഓർഗാനിക്കായിട്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ പോഷകങ്ങൾ ലഭിക്കാനും നല്ല രീതിയിൽ വളരാനും നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനും ഒക്കെ സാധിക്കും. നമ്മുടെ വളം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ചെടിയിൽ ഇട്ട് കൊടുക്കുന്ന വീഡിയോ നമുക്ക് കാണാം. നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ചെടിയുടെ ചുവട്ടിൽ നിന്ന് അല്പം മാറ്റി ചെറുതായി മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അവിടെ വേണം വളം നമ്മൾ ഇട്ട് കൊടുക്കാനായി. വളമിടാനായി മണ്ണൊക്കെ ഇളക്കി കൊടുക്കുമ്പോൾ ചെടിയുടെ വേരൊന്നും പൊട്ടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വളമൊക്കെ നല്ല രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം. ചങ്ങാതി വരെ, ഇന്ന് തൊട്ടപ്പോൾ തേയിലച്ചണ്ടിയും മുട്ടത്തോടും ഒക്കെ കരുതി വെക്കുക. നല്ലൊരു വളം ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി പിന്നെ കാണാം. അപ്പോൾ ഗുഡ് ബൈ.